നാട്ടിലൊക്കെ ലീവിന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണ യാത്ര എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറിയിട്ടുള്ള ചെറിയ യാത്രകളാട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും എന്റെ അനിയനും കൂടിയിട്ട് ഒരു പ്രൈവറ്റ് ബസ് കയറിയിട്ട് തൃശ്ശൂർക്കൊന്ന് കറങ്ങാൻ പോകാനായിട്ട് തീരുമാനിച്ചുട്ടാ. നമ്മുടെ ജേക്കബിന്റെ സ്വർഗരാജ് എന്ന് പറഞ്ഞ സിനിമയിൽ പറയണ പോലെ ഗവൺമെന്റിന് നമ്മൾ ടാക്സ് കൊടുത്തിട്ട് അവരുടെ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ കൂടെ നമ്മൾ തന്നെ പൈസ കൊടുത്തിട്ട് ബസ്സിലൊക്കെ നല്ല പാട്ടൊക്കെ കേട്ടിട്ട് യാത്ര ചെയ്യണതിന്റെ ഫീല് വേറെ തന്നെയാട്ടാ. ഞങ്ങളുടെയൊക്കെ റൂട്ടിൽ കൂടെ കൂടുന്ന പ്രൈവറ്റ് ബസ് ചെറുതായിട്ട് ഹൈടെക് ആയോന്നൊരു സംശയം എനിക്കുണ്ട് കേട്ടാ. എന്താ കാരണം എന്ന് വെച്ചാൽ ബസ്സിന്റെ അകത്ത് ഞാൻ ചെറിയ CCTV ക്യാമറ ഒക്കെ കണ്ടു. ഞാനൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ടാണ് CCTV ക്യാമറ ഒക്കെ ഉള്ളൊരു പ്രൈവറ്റ് ബസ് കാണണേട്ടാ. അത് മാത്രല്ല, ഇന്ന് ഞങ്ങൾ കയറിയ ബസ്സിന്റെ ഡോർ തുറക്കുന്നതും അടയ്ക്കുന്നതും ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാട്ടാ. അങ്ങനെ നമ്മുടെ പ്രൈവറ്റ് ബസ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ് എത്താറായപ്പോ പുതിയതായിട്ട് പണി കഴിഞ്ഞ ആകാശപാതയും ഞാൻ കണ്ടുട്ടാ. ഈ ആകാശപാതയുടെ മുകളിൽ കൂടെ ഒക്കെ കയറി നടക്കാനായിട്ട് നമുക്ക് വേറൊരു ദിവസം തൃശ്ശൂർക്ക് വരാട്ടാ. എന്തായാലും തൃശ്ശൂർ വരെ പോയ സ്ഥിതിക്ക് ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്താന്ന് വിചാരിച്ചിട്ട് നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിന്റെ അടുത്തുള്ള കല്യാണ്ട ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലുള്ള ഒരു റെസ്റ്റോറന്റിൽ നിന്ന് കയറിയിട്ട് ഉച്ചക്കലത്തെ ഭക്ഷണവും കഴിച്ചുട്ടാ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ തോന്നിയിട്ട് നമ്മുടെ തൃശ്ശൂർ റൗണ്ട് ഞാൻ എന്റെ അനിയനും കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് 2 റൗണ്ട് അടിച്ചുട്ടാ. എന്നിട്ട് ഏറ്റവും അവസാനം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് വിളിച്ചിട്ടാട്ടാ. അപ്പൊ എന്തുട്ടായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാട്ടാ.